എന്റെ അടുത്തേക്കാണ് അവൾ ഓടി വന്നിരിക്കുന്നത്. ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും ജനങ്ങൾക്കും. ജനങ്ങളെ സംശയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ജനങ്ങൾ നിങ്ങളെ സംശയിക്കത്തില്ല എന്ന് ഇത്ര ഉറപ്പോടുകൂടി ചേട്ടൻ പറയാനുള്ള കാരണം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ സംശയിക്കത്തൊന്നുമില്ല കേട്ടോ. ജനങ്ങളോട് തന്നെ പറയുക, ജനങ്ങൾ എന്നെ സംശയിക്കത്തൊന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലാൽ ചേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണേ നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷെ ലാൽ ചേട്ടാ, ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രണ്ടാം പ്രതി മാർട്ടിൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാർട്ടിൻ നിങ്ങളിലേക്കും നിങ്ങളുടെ മകനിലേക്കുമാണല്ലോ ചേട്ടാ വിരൽ ചൂണ്ടുന്നത്. പണ്ട് നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന വീഡിയോയും കൂടെയൊക്കെ കാണുമ്പോൾ ഒരു സംശയം, ഞാനൊന്നും ചെയ്യുന്നില്ലേ, ഞാൻ നിരപരാധിയാണേ, പാവം, എന്നെ ജനങ്ങളൊന്നും സംശയിക്കത്തില്ലേ? ഇതെന്തിനാ ജനങ്ങളിലേക്ക് മറ്റേ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. പ്രിയപ്പെട്ടവരെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ഈ നടിക്ക് വേണ്ടി അവൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, ഞാനും അവൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവൾക്കൊപ്പം, പക്ഷേ ഒരിക്കലും അത് അവനെതിരെ അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടനെ കല്ല് വലിച്ചെറിയണം എന്നല്ല എൻ്റെ അവൾക്കൊപ്പം എന്ന് പറയുന്ന ആ ഒരു ടാഗിൻ്റെ മീനിങ്. ഓക്കെ, പിന്നെ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കല്ല് വലിച്ചെറിയാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ചോദ്യം. ഒരു നടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, നടി എന്ന് പറയുന്നത് വിടൂ, ഒരു സ്ത്രീക്ക് ഒരു മോശം സംഭവിച്ചു, ആ സ്ത്രീയുടെ കൂടെ നിൽക്കണം എന്നാണല്ലോ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ കൈയടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാവ്യ മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ആ വ്യക്തി ഒരു സ്ത്രീയല്ലേ? അവരെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അവരെ വളരെ ഒരു മോശക്കാരി, വളരെ വലിയൊരു മോശക്കാരിയാക്കി മാറ്റുന്ന ഒരു പരിപാടി ഇപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേ. അതിന് കുറച്ചായിട്ടതുണ്ട്. ഇന്ന് കുറച്ച് മുമ്പ് വാർത്തകളിലൊക്കെ നമ്മുടെ ഈ വിധിപ്പകർപ്പിൻ്റെ അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വിധിപ്പകർപ്പിലുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ കാല് വാരിയതൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. കോടതി വന്ന് മൊഴി കൊടുത്തു, പോലീസുകാരെടുക്കുക മാത്രം ഒന്നും പറയത്തില്ല. കോടതി തന്നെ ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെ, നീ കോടതി പറയുന്നു, നീ പോലീസുകാരെടുക്കൽ ഇതൊന്നും പറയത്തുമില്ല, എന്താ? കോടതിക്ക് തന്നെ സംശയം തോന്നി. മനസ്സിലായോ? ദിലീപിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു മൊഴിയായിരുന്നു മിസ് മഞ്ജു വാര്യരുടേത്. പക്ഷേ അവരിൽ പോലും കോടതിക്ക് സംശയം. പിടികിട്ടിയോ? പല കാര്യങ്ങൾ അവർ പറഞ്ഞ പല കാര്യത്തിലും കോടതിക്ക് സംശയം തോന്നി. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം, എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളതൊന്ന് കേൾക്ക്, അപ്പം നിങ്ങൾക്കും തോന്നും ചേട്ടാ ഇവരെന്ത് ഇങ്ങനെ പറഞ്ഞതെന്ന്. മനസ്സിലായോ? നമുക്കത് ഇതങ്ങോട്ട് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി സംസാരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ തുടക്കത്തിൽ തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, എന്തുകൊണ്ട് അതിജീവിത സ്ത്രീയാണ് സപ്പോർട്ട് ചെയ്യൂ. അതുപോലെ തന്നെ കാവ്യ മാധവൻ ഒരു സ്ത്രീയല്ലേ? അവരെ ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ മറ്റേ ചാറ്റ് പുറത്ത്, സോഷ്യൽ മീഡിയ എന്നല്ല മെയിൻ സ്ട്രീം ചാനലുകളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. മഞ്ജു വാര്യർ എന്തോ ഇവരുടെ ഈ ക്ലിപ്പെടുത്തുന്ന മെസ്സേജുകൾ കണ്ടുപിടിച്ചെന്നോ അതിൻ്റെ പേരിലാണ് ഡൈവേഴ്സ് ആയെന്നോ ഒക്കെ പറഞ്ഞ ആ സ്ത്രീയെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ കാര്യമാണ്. അതിപ്പോഴും ആ ഒരു സാധനമൊക്കെ എന്തിനാണ് ഇപ്പോൾ വലിച്ചങ്ങോട്ട് കീറാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അത് പറയുമ്പോൾ പോലും ഈ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, അതിജീവിത ഒരു സ്ത്രീ അവളുടെ കൂടെ നിൽക്കണമെന്നൊക്കെ. മാധ്യമങ്ങളോട് തന്നെ ചോദിക്കാം ആദ്യമേ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീത്വത്തിന് നിങ്ങളൊരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഈ ദിലീപ് മഞ്ജു വാര്യർ അവരുടെ ഡൈവേഴ്സ് ആ കാലത്ത് നടന്ന ഏതോ ഒരു ചാറ്റ് നമുക്കറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് കാണൂടെ, ഇല്ല അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചാറ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇപ്പം ഈ കുത്തിക്കീറി തൊരേണ്ട കാര്യം, എന്നിട്ട് ആ കാവ്യമാധവൻ എന്ന് പറയുന്ന വ്യക്തിയെയും കൂടെ കീറിപ്പൊളിച്ച് കാണിക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങളിത് കേൾക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മഞ്ജു വാര്യരുടെ മൊഴി പ്രോസിക്യൂഷൻ ഏറെ വിശ്വാസത്തിലെടുത്തിരുന്നു. അത് മാത്രമല്ല, ഈ കേസ് തെളിയിക്കാനുള്ള തരത്തിലുള്ള ബലം ആ മൊഴിക്കുണ്ടാകും, അതായത് കോടതിയിൽ കൊടുത്ത മൊഴിക്കുണ്ടാകും എന്ന് പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്നു. ദിലീപ് കാവ്യ ബന്ധമാണല്ലോ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൂലകാരണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അതിന് ദിലീപിൻ്റെ ആദ്യ ഭാര്യയായ മഞ്ജുവ് കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്ക് ഏറെ ബലം ഉണ്ടാകും എന്നും അത് കോടതി വിശ്വസിക്കുമെന്നും ദിലീപിന് ശിക്ഷ കിട്ടാൻ അത് പര്യാപ്തമാകും എന്നും പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരെ മറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വിധിന്യായം കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
ഏതാണ്ട് 1780ഓളം പേജുള്ള വിധിന്യായത്തിൻ്റെ 271ാമത്തെ പേജ് മുതലാണ് മഞ്ജുവിൻ്റെ മൊഴി, അതിനെ തുടർന്നുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1998 10-ാം മാസത്തിലായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം. അത് ഏതാണ്ട് 17 വർഷത്തിന് ശേഷം 2015 1-ാം മാസത്തിൽ ഇവർ വിവാഹമോചിതരാവുകയാണ്. ഈ വിവാഹമോചനം എന്നുള്ളത് അത് ഒരു കൺസെൻറ്റോടുകൂടി, മ്യൂച്വൽ കൺസെൻറ്റോടുകൂടിയുള്ള വിവാഹമോചന ഹർജിയായാണ് കോടതിയിൽ വന്നത്. അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്, അതിന് മുൻകൈ എടുത്തത് മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കോടതിയിൽ ഒരു പോയിൻ്റായി നിന്നത്. ഇവിടെ താൻ ദിലീപിൻ്റെ പഴയ ഫോണിൽ കണ്ട കാവ്യ അയച്ച ചില മെസ്സേജുകൾ, അത് ചോദിച്ചതിനെ തുടർന്നുണ്ടായ വൈരാഗ്യം, അത് പിന്നീട് വളർന്ന് ഡിവോഴ്സിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് മഞ്ജു വാര്യർ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്നിട്ടും വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു മ്യൂച്വൽ കൺസെൻറ്റിലേക്ക് പോകാൻ മഞ്ജു വാര്യർ തന്നെ മുൻകൈയെടുത്തു എന്നുള്ള ചോദ്യവും സംശയവും വിചാരണ കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതായത് കാവ്യ അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാവ്യയും ദിലീപുമായുള്ള ബന്ധം കോടതിയിൽ ഡിവോഴ്സിനായി ഫാമിലി കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ തെളിയിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണോ ദിലീപിനെ കൂടി മ്യൂച്വലായി ഡിവോഴ്സിന് നീങ്ങാൻ നിർബന്ധിച്ചത് എന്ന സംശയം കോടതിക്കുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നമുക്ക് ഈ കോടതി ഉത്തരവിൽ മഞ്ജു പറഞ്ഞ കൃത്യമായ മൊഴിയിൽ പറയുന്നത് പോലെ 12/2/2012 ഈ ബന്ധം വഷളാകത്തക്ക വിധമുള്ള കാര്യങ്ങൾക്ക് തുടക്കമാകുന്നത്. അന്ന് ഞാനൊരു കാര്യം പറയട്ടെ, എന്നെക്കാട്ടിലൊക്കെ ഒരുപാട് അറിവുള്ള ഒരു ചേട്ടനായിരിക്കും ചിലപ്പോൾ അത് അവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു സംശയമാണ്, ഇപ്പം എന്താണ് ദിലീപ് കാവ്യ അവർ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം അത് മഞ്ജു വാര്യർ അറിഞ്ഞതിൻ്റെ പുറത്താണ് ഈ ഡിവോഴ്സിന് പോയതെങ്കിലും അവർ മ്യൂച്വലായിട്ട് പോയതിനകത്ത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? കാരണം മ്യൂച്വൽ അല്ലാതെ അവർ പോയാൽ എന്തായിരിക്കും സ്ഥിതി? വർഷങ്ങളോളം ഈ കേസ് ഇങ്ങനെ നടക്കും. ഡിവോഴ്സ് കേസ് ആണെങ്കിലും മ്യൂച്വൽ അല്ലാതെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പം മഞ്ജു വാര്യർക്ക് താല്പര്യമുണ്ട്, ദിലീപിന് താല്പര്യമില്ല, മഞ്ജു അത് തെളിയിക്കട്ടെ എന്നിട്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു പരിപാടിയിലാണ് പോകുന്നതെങ്കിൽ ഈ പരിപാടിയൊക്കെ തെളിയിക്കാൻ സമയമെടുക്കും കോടതിയിൽ, ഇല്ലേ? തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും, അല്ലേ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊന്ന് പറ, സംശയമായി എൻ്റെ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണെങ്കിലും ടൈം എടുക്കും, അത്രയും കാലം ഇവരുടെ പോവും. അത് ചിലപ്പോൾ വിചാരിച്ചിട്ടായിരിക്കും മഞ്ജു വാര്യർ ചിലപ്പം ദിലീപിനെയും കൺവിൻസ് ചെയ്തിട്ട് രണ്ടുപേരും ചിലപ്പോൾ മ്യൂച്വലിന് പോയത്. ദിലീപിനും തോന്നിക്കാണും ഓക്കെ അവർക്ക് പോകണമെങ്കിൽ പോട്ടെ, അല്ലാതെ ഇനി ഇതിൻ്റെ പുറകെ കിടന്ന് ഓടി നടന്ന് എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഒട്ടുമിക്ക എല്ലാവരും അതിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും മ്യൂച്വലായിട്ട് പരിപാടി ക്ലോസ് ചെയ്യുക എന്നേ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം മഞ്ജു വാര്യരുടെ ഒരുപാട് തെളിവുണ്ട്, ദിലീപിനെതിരെ വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്യാം, എന്നിട്ട് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശൊക്കെ മേടിക്കാമെന്നും പറഞ്ഞ് അവർ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ അങ്ങനെ പോകും. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യവും കാണത്തില്ല, പൈസയുടെ ഒന്നും ആവശ്യം അവർക്ക് കാണത്തില്ല. പിടികിട്ടിയില്ലേ? ഇനി ദിലീപ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് പിടികിട്ടിയോ? നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും അതിനെ വേറൊരു തലത്തിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട, അല്ലെങ്കിൽ അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ദിലീപും കാവ്യയും അയച്ച മെസ്സേജുകൾ അതൊക്കെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. സീരിയസ്ലി അത് വേറൊരു സ്ത്രീയുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിപ്പോൾ, അല്ലേ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് അവൾ മ്യൂച്വലിന് പോയി? കോടതിക്കുള്ള സംശയമായിരിക്കും അത്, പക്ഷേ കോടതി എന്തുകൊണ്ട് അതിനെ അങ്ങനെ സംശയിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. കോടതി സംശയിക്കട്ടെ, പക്ഷെ മാധ്യമങ്ങൾക്ക്, കേൾക്കുന്നൊരു സഹജീവിക്ക്, ഒരു സാധാരണ ഒരു മനുഷ്യനൊന്നും ചിന്തിച്ചൂടെ? അവിടെ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും പോയത്. ചിലപ്പം ഔട്ട് ഓഫ് കോർട്ട് ലൈക്ക് ഈ ഒരു മ്യൂച്വൽ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മെനക്കേടാണ്, അല്ലേ? സോ അതുകൊണ്ടായിരിക്കാം, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് ബാക്കി എന്തായാലും ഇനി കേൾക്കാം. ആണ് ഈ മഞ്ജു വാര്യർ മെസ്സേജുകൾ, ദിലീപിൻ്റെ പഴയ ഫോണിൽ കാവ്യ അയച്ച മെസ്സേജുകൾ കാണുന്നതും ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാകുന്നതും മറ്റും. ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ കാവ്യയുമായി സംസാരിക്കാൻ മഞ്ജു ശ്രമിച്ചു. കാവ്യ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ദിലീപ് അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ദിലീപിനെ വിളിച്ചപ്പോഴും ദിലീപ് അന്ന് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഈ വിഷയം നേരെ മഞ്ജു വാര്യർ വിളിക്കുന്നത് കാവ്യയുടെ അമ്മയെയാണ്. കാവ്യയുടെ അമ്മയെ മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് മഞ്ജുവിനോട് പറയുകയാണ്. ഈ ബന്ധത്തിൽ തങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് എന്നും വ്യക്തമാക്കുകയാണ്. അതായത് ആലോചിച്ച് നോക്കണം, 2009 കാവ്യയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജു ഈ മെസ്സേജുകൾ കാണുന്നതും അതിലുള്ള അപകടം മനസ്സിലാക്കുന്നതും തുടർന്ന് കാവ്യയുടെ അമ്മയുമായി സംസാരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ ബന്ധവുമായി ബന്ധപ്പെട്ട കാവ്യയുടെ അമ്മയ്ക്കും മാതാപിതാക്കൾക്കും മറ്റും അറിവുണ്ടായിരുന്നു എന്നുള്ളതും അത് ഇവർ സമ്മതിച്ചു എന്നുള്ളതും പിന്നീട് കാവ്യയുമായി സംസാരിച്ച് താൻ ഭർത്തൃവീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് കാവ്യയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കാവ്യയുടെ അമ്മ മഞ്ജുവിനെ ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തു. പക്ഷെ അവിടെ നിന്നില്ല കാര്യങ്ങൾ. നേരെ മഞ്ജു ചെയ്തത്
ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും കൂട്ടി, ഇവർ ഒറ്റ സുഹൃത്തുക്കളാണ്, സംയുക്ത വർമ്മയെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നടിയുടെ വീട്ടിലെത്തിയപ്പോൾ നടി ആദ്യഘട്ടത്തിൽ ഈ ബന്ധം സംബന്ധിച്ച് തുറന്നു പറയാൻ മടിച്ചു. പിന്നീട് നടിയുടെ അച്ഛൻ്റെ പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് കൂടുതൽ കാര്യങ്ങൾ നടി മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞത്. പിന്നീട് മഞ്ജു വീട്ടിലെത്തുകയും ദിലീപിൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ദിലീപ് വരുന്നു. ദിലീപ് ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. നിർബന്ധം ചോദിച്ചപ്പോൾ പറയുന്നത് കാവ്യ ഒരു ചൈൽഡിഷ് ആളാണ്, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അവൾ അയക്കുന്ന മെസ്സേജുകൾക്കൊക്കെ അത്ര ഗൗരവം കൊടുത്താൽ മതി, അതിൽ കാര്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബാക്കി കേൾപ്പിക്കാമേ. ആ കഥ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം. പക്ഷെ എൻ്റെ ഒരു സംശയം, ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ അടുക്കലേക്ക് മഞ്ജു വാര്യർ ഗീതു മോഹൻദാസിനെയും സമൃദ്ധയും കൊണ്ട് പോകേണ്ട ഒരു കാര്യം അല്ല. ഈ ഒരു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഒരു പ്രശ്നം, കാവ്യ മാധവൻ അപ്പുറം വില്ലെത്തി, അങ്ങനെയും വെച്ചോ. പക്ഷെ ഈ ആക്രമിക്കപ്പെട്ട നടിയെ അതിനെ എന്തിനാണ് ഇവർ ഇതിനകത്തോട് പിടിച്ച് ഇട്ടത്? അതാണ് എൻ്റെ ഒരു സംശയം. വൈ? ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആ നടി ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഇനി ആ നടി എന്തെങ്കിലും മഞ്ജു വാര്യരോട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ? പക്ഷേ കേട്ടല്ലോ നിങ്ങൾ, അവരാ വീട്ടിൽ ചെന്ന് നടിയോട് ചോദിക്കുമ്പോൾ പോലും ആ നടി ഒന്നും ആദ്യമേ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ്, അതിനുശേഷം നടിയുടെ ഫാദർ പറഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുന്നത്. പിടികിട്ടിയോ? പിന്നെ എന്തിനാണ് ഡയറക്റ്റ് പെട്ടെന്ന് ഇവർ ആ നടിയുടെ അടുക്കലേക്ക് പോയത്? അല്ല, അങ്ങനെയാണല്ലോ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം അവിടുന്നേ തുടങ്ങുന്നു ഇല്ലേ? ബാക്കി കേൾക്കാം. ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ മഞ്ജു വാര്യർ കൺവിൻസ്ഡ് ആവുന്നില്ല. ഈ ബന്ധം വളർന്ന് അവർ മനസ്സിലാക്കുന്നു. തുടർന്ന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ മെസ്സേജുകൾ കാണുന്നതാണല്ലോ ഈ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമാകുന്നത്. ഈ മെസ്സേജുകൾ കാണുന്നതിന് മുൻപ് തന്നെ ഈ ഇരയാക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് ഇക്കാര്യം പറഞ്ഞു എന്നുള്ള സംശയം ദിലീപിന് ബലപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഈ നടിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ദിലീപ് കൊണ്ടെത്തിച്ചത് എന്നുള്ള രീതിയിലാണ് മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അത് അങ്ങനെ തന്നെയായിരുന്നു കാര്യമെന്ന് മഞ്ജു മൊഴി നൽകുകയും ചെയ്തു. കാരണം ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ദിലീപിൻ്റെ മെസ്സേജുകൾ ഫോണിൽ കാണുകയായിരുന്നു. അല്ലാതെ അതിനുശേഷമാണ് ഇരയാക്കപ്പെട്ട നടിയെ ചെന്ന് കാണുകയും സംസാരിക്കുകയും ഇവർ ചില കാര്യങ്ങൾ തുറന്നു പറയുകയും മറ്റും ചെയ്യുന്നത്. പക്ഷേ ദിലീപ് വിശ്വസിച്ചത് മറിച്ചാണ്. ഈ വാദം കോടതിയിൽ ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് മഞ്ജു വാര്യരുടെ മൊഴിയിലൂടെ പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, അതായത് ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിലും മറ്റും ഒരു പ്രധാന പ്രശ്നമായി കോടതി കണ്ടെത്തിയത്, ക്രോസ് വിസ്താരത്തിൽ പുറത്തു വന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മൊഴിയിലൊരു പ്രധാന പ്രശ്നമായി കോടതി കണ്ടെത്തിയത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, അതായത് ഈ മെസ്സേജ് കണ്ടെത്തിയ കാര്യം കോടതിയിൽ പറഞ്ഞു മഞ്ജു വാര്യർ. പക്ഷേ അത് പോലീസിന്, അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയിട്ടില്ല മഞ്ജു വാര്യർ. നേരെ ഈ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ മൊഴിയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ മഞ്ജു വാര്യർ നൽകിയിട്ടില്ല. മറ്റൊന്ന്, സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനും ഇക്കാര്യം അറിയാം എന്ന് പറഞ്ഞു. പക്ഷേ അക്കാര്യവും കൃത്യമായി കോടതിയിൽ മൊഴിയായി പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. റിമി ടോമി ഈ വിഷയത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. അതും മഞ്ജു വാര്യർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതും അന്വേഷണ സംഘത്തോട് മൊഴിയായി അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ ഒപ്പം കാവ്യ മാധവൻ്റെ അമ്മയ്ക്ക് ഈ വിഷയം അറിയാമായിരുന്നു, ദിലീപുമായുള്ള ബന്ധം അറിയാമായിരുന്നു എന്ന് കാവ്യ മാധവൻ്റെ അമ്മ മഞ്ജുവിനോട് പറഞ്ഞു എന്ന് അവർ മൊഴിയായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും അന്വേഷണ സംഘത്തോട് പറയാനോ അത്തരത്തിൽ പോലീസിന് വിവരങ്ങൾ കൈമാറാനോ ഒന്നും മഞ്ജു വാര്യർ തയ്യാറാകാത്തതും കോടതിക്ക് സംശയത്തിനിടയാക്കി. അങ്ങനെ കോടതി പറയുന്നത്, ഈ ക്രോസ് വിസ്താരത്തിൽ, പ്രതിഭാഗ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രഡിക്ഷൻ. അപ്പോൾ സംഗതി ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിലേക്ക് വരാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇവിടെ പ്രശ്നം ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം, അതിൽ മഞ്ജു വാര്യർ ഡിവോഴ്സായി പോയതാണോ പ്രശ്നം, അതോ ആ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ പുറകിൽ ആരാണ് എന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ ആരാണ് അയാൾ സമൂഹത്തിന് മുമ്പിൽ വരണം. ഇതിലേതാണ് ഫസ്റ്റ് തെളിയിക്കേണ്ടത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ ദിലീപ് മഞ്ജു വാര്യർ ഡിവോഴ്സ് ആവാനുള്ള കാരണം കാവ്യയാണ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഒരുപാട് വിയോജിപ്പുമില്ല യോജിപ്പുമില്ല. കാരണം എനിക്കറിയത്തില്ല സത്യം എന്താണെന്ന്. മനസ്സിലായില്ലേ? മഞ്ജു വാര്യർ ഒന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, കോടതിയുടെ മുമ്പിൽ അത് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിലൊന്നും ഈ കഥയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്, അതിലേക്ക് വരാം, അതുകൊണ്ടാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. അത് വേറൊരു കാര്യം, അതിലേക്ക് വരാം. പക്ഷേ ദിലീപും മഞ്ജു വാര്യരും ഡിവോഴ്സ് ആവാൻ കാരണം
കാവ്യമാധവനാണ് എന്ന് പറയുന്നു. അതിനകത്ത് പല മെസ്സേജുകൾ നമ്മുടെ മഞ്ജു വാര്യർ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യലുണ്ടായി. ഈ കാവ്യനെ വിളിച്ചു, കാവ്യ അത് എടുക്കുന്നൊന്നുമില്ല, ഒഴിഞ്ഞു മാറിപ്പോയി. കാവ്യയുടെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ, അതും കാവ്യമാധവന്റെ കല്യാണത്തിന് ശേഷം, അതും കൂടെ നിങ്ങൾ ആലോചിക്കണേ. അപ്പോൾ അതിന് ശേഷം പിടിച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ചോദിച്ചു, കാവ്യയുടെ അമ്മയോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക്, എന്തോ ഇവർ തമ്മിൽ ശരിയല്ല, മോളോട് ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പരിപാടി അവിടെ തീർത്തു. പക്ഷെ ഇതെല്ലാം ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി കോടതിയിൽ പറഞ്ഞു, ഓക്കെ. പക്ഷെ എന്തുകൊണ്ട് മഞ്ജു ചേച്ചി ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറഞ്ഞില്ല? അവിടെ എന്തുകൊണ്ട് ഈ മൊഴി ഇതൊന്നും അവിടെ പറഞ്ഞില്ല? ഇതൊക്കെ അവിടെ പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ, മനസ്സിലായോ? കോടതിക്ക് വന്ന സംശയം അതാണ്, എന്തുകൊണ്ട് ഈ സ്ത്രീ ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ മൊഴിയായിട്ട് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം. ഇവര് പറയുന്നതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ നമുക്ക് അറിയത്തില്ല. അത് പക്ഷെ കോടതി ചോദിക്കുന്ന പോലെ നമ്മളും ചോദിച്ചില്ലേ, നമ്മൾ ചോദിച്ചു പോകും, ഓഫ്കോഴ്സ് നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിൻ്റെ പുറകിൽ വേറെന്തെങ്കിലും നിഗൂഢത ഒളിഞ്ഞൊരു കിടപ്പുണ്ടോ എന്നുള്ളൊരു സംശയം. ഇപ്പോൾ ഈ കോടതി നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ മ്യൂച്വൽ ഡിവോഴ്സിന്റെ പുറകെ, ഇയാൾ ഇങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്തിന് മ്യൂച്വൽ ഡിവോഴ്സിന് പോയി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അറ്റ്ലീസ്റ്റ് നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് കൂടെ ചിന്തിച്ചിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇവരിതൊക്കെ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഇവരുടെ സൈഡിൽ നിന്ന് പോലും നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അവരോട് തന്നെയാണ് തിരിച്ചുള്ള ചോദ്യം, എന്തുകൊണ്ട് ചേച്ചി നിങ്ങൾ പറഞ്ഞില്ല? അതുകൊണ്ടാണല്ലോ ഇപ്പം പുട്ടുപോലെ ഇറങ്ങിപ്പോയത് എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയെ പൂട്ടായിരുന്നു. പക്ഷെ വേറെ തെളിവുകളൊന്നും ഇല്ലടേ. അപ്പൊ പിന്നെ ചുമ്മാ പുള്ളിയെ കല്ല് വരച്ചറിയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിടികിട്ടിയോ? ഇതുകൊണ്ടാണ് യോജിക്കാത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പുള്ളി എൻ്റെ മാമൻ്റെ മോനായതുകൊണ്ടോ, എടുത്ത് തല വെച്ച് ഡാൻസ് കളിക്കുന്നതുകൊണ്ടോ, പുള്ളിയുടെ എല്ലാ സിനിമയും ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു ഫാനായി മാറിയതുകൊണ്ടോ ഒന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കല്ലേ. പുള്ളിക്കെതിരെ തെളിവുണ്ടെങ്കിൽ നമുക്ക് പുള്ളിയെ കുറ്റക്കാരൻ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. നാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പുള്ളിയെ ഇപ്പൊ കല്ലെറിയുന്ന ഓരോ ആളുകളൊന്നും ചിന്തിക്കുക, നാളെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു, നമ്മളൊന്നും ചെയ്തിട്ടില്ലടേ, വെറുതെ നമ്മുടെ നെഞ്ചത്തൊരു കേസൊക്കെ എടുത്ത് വെച്ചെന്ന് കാശുള്ള ടീം അപ്പുറം ഉള്ളതുകൊണ്ടും കുറെ ആളുകൾക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളെ പിടിച്ചങ്ങ് പെടുത്തി, എല്ലാവരും നമ്മളെ കല്ലെറിയുന്നു, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞാൻ അങ്ങനെയും കൂടെ ഈ ഒരു വിഷയത്തിൽ ചിന്തിച്ചു നോക്കി. നമുക്കറിയത്തില്ല ഇപ്പൊ ഈ ദിലീപ് കാവ്യമാധവൻ ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, എനിക്കറിയത്തില്ല. പല കഥകളും നമ്മളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവഴി കേൾക്കുക, ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പറഞ്ഞില്ല, ഇതുവഴി അങ്ങ് വിട്ടുകളയുക. അതല്ലാതെ അത് വിശ്വസിച്ച് തല വെച്ചോണ്ടിരിക്കാൻ നമ്മളൊന്നും കണ്ടിട്ടില്ല, നമുക്ക് തെളിവുകളില്ല. പിടികിട്ടിയോ? എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ, ഇപ്പോൾ മഞ്ജു വാര്യർ അതിനകത്ത് വിശ്വസിക്കാൻ കാരണം അവരെന്തൊക്കെയോ ചാറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി അതിന് വേറൊരു സൈഡ് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അല്ല, അങ്ങനെയും കൂടെയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ, നമുക്കറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അറിയാത്ത കാര്യത്തിൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് പലതും പേരും നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷെ നമ്മുടെ അഭിപ്രായം മാത്രമാണ് സത്യം, അതാണ് നിജം എന്നും പറഞ്ഞ് അവത്തെ കയറി പിടിച്ചോണ്ട് അങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ല ഒരു പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയണം, ഒരു പ്രബുദ്ധ മലയാളി. പുള്ളിയുടെ പല വിഷയങ്ങളിലും പുള്ളി സംസാരിക്കുന്ന പല കാര്യങ്ങളോട് യോജിപ്പുള്ള, എന്നെപ്പോലെ തന്നെ ഒരു റിയാക്ഷൻ, ഒരു വ്ളോഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു റിയാക്ഷൻ ചാനലിൻ്റെ ഉടമയാണ്. പക്ഷേ പുള്ളി ഒരു റിയാക്ഷൻ ചാനൽ മാത്രമായിട്ട് ഒതുക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് അറിവുള്ള, ഞാൻ പേഴ്സണലി ആകെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പേഴ്സണലി ഞാൻ കാണുന്ന ഒരു ചാനൽ നിങ്ങൾക്കറിയാമായിരിക്കും, പൊങ്ങുമൂടൻ ഈ വിഷയത്തിൽ ചില സാധനങ്ങൾ അടിക്കുന്നുണ്ട്. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം അടി, കറക്റ്റായിട്ട്. മനസ്സിലായില്ലേ? സാധാരണ പുള്ളി അങ്ങനെ ഒരാളുടെയും സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല, ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, ഇതൊന്ന് കേൾക്കണേ നിങ്ങൾ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ദിലീപിനെ ജനമനസ്സുകളിൽ വില്ലനാക്കി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ഗൂഢാലോചനക്കാർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആരെയോ രക്ഷിക്കാൻ വേണ്ടി ദിലീപിനെ ബലിയാടാക്കിയിരിക്കുന്ന ഗൂഢാലോചനക്കാർ കോടതിയിൽ വെറും അജവും അതുപോലെ തന്നെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഗജവുമാകുന്ന ചില കുമാരന്മാരുടെ പരാജയം ചർച്ചയാവാതിരിക്കുക എന്ന ഉന്നവും പലർക്കും കാണും. കുറഞ്ഞപക്ഷം ആ കുമാരനെങ്കിലും കാണും. കോടതിയിൽ അജവും ക്യാമറയുടെ മുന്നിൽ ഗജവുമാകുന്ന ആ കുമാരനെങ്കിലും കാണും. അതിന് കോടതിയെയും കുറ്റവിമുക്തനെയും ഒന്നുപോലെ കരുവാക്കുന്നത് ക്രൂരതയാണെന്ന് മാത്രമേ പോകന് പറയാനുള്ളൂ. ആ കുമാരൻ ആരാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായോ? ആ കുമാരൻ ആരാന്ന് എനിക്ക് മനസ്സിലായി.
ആ കുമാരനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആ കുമാരൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക. അതായത് ചില ആളുകൾ ഇങ്ങനെയാണ്, ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ അവിടെ നിന്നങ്ങ് കോണയടിച്ച് തള്ളു. മനസ്സിലായില്ലേ? കോടതിയിൽ ഒന്ന് സാക്ഷി പറയാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സമയമില്ല കേട്ടോ, നമ്മൾ വലിയ വലിയ പടമൊക്കെ എടുത്ത് നടക്കുക കേട്ടോ, മലയാള സിനിമ അത് നമ്മളാണ് നയിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നടക്കുന്ന ചില ചേട്ടന്മാരുണ്ട്. ഇത് മാത്രമല്ല, പോങ്ങൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്നും കുത്തിക്കയറ്റാത്തത്. നമ്മുടെ ഈ കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മുടെ കഴിഞ്ഞ ദിവസം ബസ്സിലൊരു ചേച്ചി മറ്റേ ഒച്ചബഹളം ഉണ്ടായില്ല, ആ ചേച്ചിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പോങ്ങൻ പറയുന്നുണ്ട് നല്ല ഒന്നാം തരമായിട്ട്. അപ്പം അത് പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കുമാരനെ പറ്റിയിട്ട് നമ്മുടെ പോങ്ങേട്ടൻ പറഞ്ഞങ്ങോട്ട് വിടുന്നത്. പോങ്ങേട്ടൻ നല്ല കാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, ഞാൻ അങ്ങനെ ഒരു ചാനൽ പോയി കാണാനൊന്നും ആരോടും പറയാത്തതാണ്. പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ പോയി ഇടയ്ക്കൊന്ന് കാണണം കേട്ടോ. പുള്ളി നല്ല രീതിയിൽ ഗംഭീരമായിട്ടാണ് പുള്ളിയുടെ പ്രസൻറ്റേഷൻ, പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും. എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പുള്ളിക്കൊക്കെ നമ്മളെക്കാട്ടിലും ഒരുപാട്, ഞാനും ഒരു 2-3 ആഴ്ച ഈ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ശോകത്തിലാടെ റീച്ചില്ല, എന്തോ ചാനലിന് പണി കിട്ടി കിടക്കുക. പക്ഷേ പുള്ളിക്കും അങ്ങനെ എന്തെങ്കിലും പണി കിട്ടി കിടക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരുപാട് വ്യൂവർഷിപ്പ് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കാരണം ഒരുപാട് നല്ല രീതിയിൽ ഓരോ കാര്യത്തിനെയും കിഴിഞ്ഞിരുന്ന് നോക്കി അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളടേ. എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിൽ നിർത്തണമെന്നുണ്ട്. കാവ്യ മാധവൻ, ദിലീപ്, എനിക്കറിയത്തില്ല അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നമുക്കറിയത്തില്ലടേ. പക്ഷേ ഇവിടെ തെളിയേണ്ടത് അതല്ല. അത് തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് പിടിച്ച് ഇതിനെ വേറെ രീതിയിലേക്ക് തിരിച്ചു വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ പുറകെ വെക്കും. അല്ലാത്തവർ ഇപ്പോഴും ആ തുടങ്ങിയോടത്ത് തന്നെ നിൽക്കണേ, ആ നടിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കണേ. അവർക്ക് വേണ്ടി, മനസ്സിലായോ? അവർക്ക് നീതി കിട്ടണം എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പം എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.